വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഓം ശ്രീം വിഷ്ണുമായ ജാതൻ സ്വാമിയെ നമഃ. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹങ്ങൾ വാരി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശനി വല്ലാത്ത ഒരു അനുഭവമായിട്ടാണ് ഓരോ ആളുകളും അനുഭവിച്ചു തീർക്കുന്നത്. ശനിയുടെ കാലഘട്ടത്തിൽ ഈ വലിയൊരു കാലഘട്ട സമയമാണ് ശനിക്ക്. അതിൽ ഏഴരയുണ്ട്, കണ്ടകനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് എൻ്റെ ഈ 7.5 കൊല്ലം ഞാൻ എങ്ങനെയെങ്കിലും തല്ലി നീക്കട്ടെ എന്ന് പറയുന്ന ഏഴര ശനിക്കാരും, കണ്ടകൻ കൊണ്ടുപോകും ഊര് വിട്ടകന്നു പോകുമെന്ന് പറഞ്ഞ് ഞാൻ എന്നാണ് നാട്ടിൽ നിന്ന് വിട്ടുപോകുന്നത് എന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകളും ഒന്നും അപൂർവമല്ല. ഒരു സ്ഥലത്ത് ശനീശ്വരനെ പൂജിക്കാനായിട്ട് പറയുമ്പോൾ അതിൻ്റെ മൂലമന്ത്രം വരെ കൊടുത്ത് പഠിപ്പിച്ച് ഉപാസകനാക്കി നിർത്തുന്ന ഒരു വിഭാഗം ഗൂഢതന്ത്രിമാർ, അതിൻ്റെ പിന്നിൽ പണം പിടുങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ, അതേപോലെ ശബരിമലയ്ക്ക് പോയില്ല, ഓരോ വർഷവും പോവുക, അതിനൊപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ ശാസ്താവിന് എള്ളുതിരി കത്തിച്ചുകൊണ്ടേയിരിക്കുക, നിൻ്റെ ശനിദോഷം മുഴുവൻ മാറും എന്ന് പറയും. പക്ഷേ ശനി എന്ന ദേവൻ സത്യസന്ധതയുടെ ദേവനാണ്, തുലാസാണ്. നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വിധി പറയുന്ന സമയമാണ് ശനിയുടേത്. ഒരിക്കലും ശനി നിങ്ങളെ ശിക്ഷിക്കുകയല്ല, മറിച്ച് നിങ്ങളെ സംശുദ്ധനാക്കുകയാണ്. നിങ്ങൾ ചെയ്ത എന്തെങ്കിലും പാപങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൽ അനുഭവിച്ചു തീർക്കുകയാണ്. അതിൽ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ അയ്യപ്പനെ വിചാരിച്ച് അയ്യപ്പനായി തീരുമ്പോൾ, മുദ്ര ധരിക്കുമ്പോൾ, നിങ്ങൾ 41 ദിവസം കൊണ്ട് ഈ ജന്മം ചെയ്തു തീർത്ത സർവത്ര കാര്യങ്ങളും ഒതുക്കി തീർക്കുന്നു. അതേപോലെ നിങ്ങൾ വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ ഉപാസിച്ചു തുടങ്ങുമ്പോൾ, ഭഗവാന് വേണ്ടി ഒരു തിരി കത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശനിദോഷത്തിൻ്റെ പരിഹാരമായി എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ആ ഒരു തിരിയിൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഒന്നൊന്നായി നിങ്ങളുടെ പ്രാർത്ഥനയും കൂടിച്ചേരുമ്പോൾ, ഭഗവാനുള്ള നിവേദ്യമായി അത് മാറുമ്പോൾ, നിങ്ങൾ ഭഗവാന് മുമ്പിൽ സമർപ്പിക്കുകയാണ് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ശനിദോഷങ്ങളുമെല്ലാം. അത് അലിഞ്ഞ് ഒരു ഐസ് കട്ട പോലെ ഇല്ലാതായി തരുന്നത് ഓരോ ഭക്തജനത്തിനും അനുഭവവേദ്യമാണ്. നിങ്ങൾക്കും അത് അനുഭവിക്കാം. ഓരോ ഭക്തനും ഓരോ ശനിദോഷക്കാരും ഇത് ചെയ്തു നോക്കുക. ആ ശനിയുടെ കാലഘട്ടത്തിൽ എത്ര സുരക്ഷിതമായിട്ടാണ് നമ്മളെ ഭഗവാൻ കൈ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശനിദോഷം എന്തെന്ന് നമ്മൾക്ക് തിരിച്ചറിയാനേ കഴിയില്ല. ഓം ശ്രീ വിഷ്ണുമായ ജാതൻ സ്വാമിയെ നമഃ.